നമസ്കാരം. സൺഡേ സ്പെഷ്യൽ കൗതുക കണ്ണാടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ? ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പ്രകൃതിയിലെ ഒരു അത്ഭുത ജീവിയെയാണ്. ഒരു സ്പൈഡർമാനെ പോലെ മരത്തിൽ വലിഞ്ഞു കയറുന്ന, മിന്നൽ വേഗത്തിൽ ഇരപിടിക്കുന്ന, നിമിഷ നേരം കൊണ്ട് വേഷം മാറുന്ന ഒരു സൂപ്പർ ഹീറോ. ആരാണെന്നല്ലേ? നമ്മുടെ മുറ്റത്തെ ആ പഴയ വിരുദ്ധൻ, ഓന്ത്. ഇംഗ്ലീഷിൽ നമ്മൾ കമേലിയൻ എന്ന് വിളിക്കും. ഓന്തിന്റെ വിശേഷങ്ങൾ കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. നമുക്ക് നോക്കിയാലോ? ഓന്ത് നിറം മാറുന്നത് ശത്രുക്കളിൽ നിന്ന് ഒളിച്ചിരിക്കാൻ മാത്രമാണെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അതല്ല സത്യം. പ്രധാനമായും 3 കാര്യങ്ങൾക്കാണ് ഓന്തുകൾ അവയുടെ നിറം മാറ്റുന്നത്. അവ എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തേത് ഓന്തിന്റെ മനസ്സിന്റെ തോന്നലുകളാണ്. നമ്മളെ പോലെ തന്നെ ഓന്തിനും ദേഷ്യവും പേടിയും ഒക്കെ വരാറുണ്ട്. ദേഷ്യം വരുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുമെന്ന പേടി തോന്നുമ്പോഴോ ഓന്ത് പെട്ടെന്ന് നിറം മാറ്റും. തന്റെ ഉള്ളിലെ മാറ്റങ്ങൾ പുറത്തറിയിക്കാനുള്ള ഒരു വഴി കൂടിയാണിത്. രണ്ടാമത്തേത് കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാനാണ്. തണുപ്പുള്ള സമയത്ത് ശരീരത്തിന് കൂടുതൽ ചൂട് ലഭിക്കാൻ വേണ്ടി സൂര്യപ്രകാശം നന്നായി വലിച്ചെടുക്കുന്ന കറുത്ത നിറമായി ഓന്ത് മാറും. എന്നാൽ ചൂട് കൂടുമ്പോൾ ശരീരം തണുപ്പിക്കാനായി അവ ഇളം നിറങ്ങളിലേക്ക് മാറുന്നു. മൂന്നാമതായി, മറ്റു ഓന്തുകൾക്ക് സിഗ്നലുകൾ നൽകാനാണ് ഈ നിറം മാറ്റം ഉപയോഗിക്കുന്നത്. അതായത്, ഓന്തുകൾ തമ്മിൽ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ഭാഷയാണിത്. ഇത്രയും വലിയൊരു മാജിക് കാണിക്കാൻ ഓന്തിനെ സഹായിക്കുന്നത് അവയുടെ ചർമ്മത്തിനടിയിലുള്ള ഇറിഡോഫോഴ്സ് എന്ന പ്രത്യേക കോശങ്ങളാണ്. ഇനി ഒരു ഓന്ത് നിറം മാറുന്നത് കണ്ടാൽ അതൊരു ഒളിച്ചുകളി മാത്രമാണെന്ന് കരുതല്ലേ? കൂട്ടുകാരെ, ഓന്തിന്റെ കണ്ണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് ഒരേ സമയം ഒരു വശത്തേക്ക് മാത്രമേ നോക്കാൻ കഴിയൂ. എന്നാൽ ഓന്തിന് ഒരേ സമയം ഒരു കണ്ണുകൊണ്ട് മുന്നിലോട്ടും മറുകണ്ണുകൊണ്ട് പിന്നിലോട്ടും നോക്കാൻ കഴിയും. തല അനക്കാതെ തന്നെ ചുറ്റുമുള്ള 360 ഡിഗ്രി കാഴ്ചകളും കാണാൻ കഴിയുന്ന ഈ വിദ്യ ശരിക്കും ഒരു അത്ഭുതമല്ലേ? ഇനി നമുക്ക് ഓന്തിന്റെ ഇരപിടുത്തം നോക്കാം. ദൂരെയുള്ള ഒരു ഈച്ചയെ കണ്ടാൽ ഓന്ത് തന്റെ നാവ് വെളിയിലേക്കിടും. 1 സെക്കൻഡിന്റെ 100ൽ 1 സമയം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഓന്തിന്റെ നാവിന് അതിന്റെ ശരീരത്തിന്റെ അത്രയും തന്നെ നീളമുണ്ടാകും. നാവിന്റെ അറ്റത്തുള്ള പശയിൽ ഇര പറ്റിപ്പിടിച്ചാൽ പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. മരക്കൊമ്പുകളിൽ വീഴാതെ നടക്കാൻ ഓന്തിന്റെ പാദങ്ങൾ സഹായിക്കുന്നു. മനുഷ്യന്റെ കൈകൾ പോലെ 2 ഭാഗങ്ങളായി തിരിഞ്ഞ പാദങ്ങളാണ് അവർക്കുള്ളത്. കൂടാതെ മരക്കൊമ്പുകളിൽ ചുറ്റിപ്പിടിക്കാൻ സഹായിക്കുന്ന സ്പ്രിങ് പോലെയുള്ള ഒരു വാലും ഇവർക്കുണ്ട്. ഒരു 5ാം കൈ പോലെയാണ് ഓന്ത് ഈ വാലിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഈ കുഞ്ഞു ഓന്തിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പ്രകൃതിയിലെ ഓരോ ജീവിയും ഇതുപോലെ ഓരോ അത്ഭുതങ്ങളാണ്. ഇത്രയും നേരം ഓന്തിന്റെ ലോകത്ത് സഞ്ചരിച്ച ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ കൗതുക കണ്ണാടി ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലെയുള്ള കൗതുകകരമായ അറിവുകളുമായി അടുത്ത ഞായറാഴ്ച വീണ്ടും കാണാം. ബൈ.